കല്യാണത്തിൽ നിന്നുണ്ടാകുന്ന ലൈഫിലെ ഒരുപാട് പ്രോബ്ലംസ്, അതുകൊണ്ട് ലൈഫ് അവസാനിപ്പിക്കുന്ന ആണോ പെണ്ണോ ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിന് മുമ്പും ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വളരെ ഡീപ്പായിട്ടും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വളരെ കാഷ്വലായിട്ടും പറഞ്ഞു പോയിട്ടുണ്ട്. ഈ സ്വയം അങ്ങോട്ട് തീർന്നു പോവുക എന്നുള്ളത് ലൈഫിൽ ശരിക്കും ബീരുക്കൾ ചെയ്യുന്ന പരിപാടി തന്നെയാണ്. അങ്ങനെ തീർക്കേണ്ടതല്ലല്ലോ നമ്മുടെ ലൈഫ്. നമ്മളൊക്കെ ലൈഫിന് ഒരു തരം ഒരു മോട്ടിവേഷൻ വേണം, ഒരു മോട്ടീവ് വേണം. അങ്ങനെയൊക്കെ നമുക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പല കാരണങ്ങളും ഉണ്ട്. ഒരു റീസണും ഇല്ല ഞാനിപ്പോൾ തീർന്നു പോകാമെന്ന് പറഞ്ഞു പോകുന്നത് നല്ല കാര്യമല്ല. പക്ഷേ ലൈഫിലെ ചില സിറ്റുവേഷൻസിൽ നമുക്കതിനെ തോന്നിപ്പോകുന്ന സിറ്റുവേഷൻസും വരും. അപ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ മാത്രം ചുറ്റുപാടും ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് തലയിൽ എടുത്ത് വെക്കുക. അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ ആരെങ്കിലുമൊക്കെ കാണും, നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണും. ഓക്കെ, ഇനി കഴിഞ്ഞ ദിവസമാണ് ഒരു അമ്മയും മകളും സ്വയം ഇല്ലാതായതിൻ്റെ വാർത്ത പുറത്തു വന്നത്. മകളെ കല്യാണം കഴിപ്പിച്ച് വിട്ടു. പക്ഷേ മകളുടെ ഭർത്താവിൽ ഭയങ്കരമായ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് മകൾക്ക് ഒരുപാട് വിഷയങ്ങൾ നേരിടേണ്ടി വന്നു. അപമാനം നേരിട്ട് മതിയായതിനെ തുടർന്ന് 100-200 പവൻ കൊടുത്ത് കല്യാണം കഴിച്ച് വിട്ട മകളായിരുന്നു. പക്ഷേ ഇതേപോലെ വിവാഹബന്ധത്തിലെ പ്രശ്നങ്ങൾ കാരണം അമ്മയും മകളും കൂടി സ്വയം ഇല്ലാതായി. സംഭവം നടക്കുന്നത് തിരുവനന്തപുരം കമലേശ്വരം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഗ്രീഷ്മ 30 വയസ്സ്, അമ്മ സജിത. ഇവർ രണ്ടുപേരുമാണ് ഒരു ലെറ്ററൊക്കെ എഴുതി അത് കൂട്ടുകാർക്കും കുടുംബക്കാർക്കൊക്കെ അയച്ചു കൊടുത്ത് അവർ സ്വയമായിട്ട് ജീവിതം അവസാനിപ്പിച്ച് വിട്ടത്. ഒരു ഫോട്ടോ ഒക്കെ ഞാനിവിടെ വയ്ക്കുന്നുണ്ട്. 2019 സെപ്റ്റംബറിലാണ് ഇവരുടെ കല്യാണം കഴിഞ്ഞത്. ഈ പറഞ്ഞ പോലെ അത്യാവശ്യം സ്വർണവും പൈസയൊക്കെ കൊടുത്ത് മകളെ കല്യാണം കഴിപ്പിച്ചു. ബട്ട് വെരി അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ കുറേ കേസിൽ കണ്ട പോലെ തന്നെ പണ്ടവും സ്വത്തൊക്കെ കൊടുത്തു. പക്ഷേ കല്യാണം കഴിപ്പിച്ച് വിട്ടത് എങ്ങോട്ടാണോ, ആരുടെ അടുത്തേക്കാണോ, ആ വ്യക്തിയെ അളക്കാൻ അവർക്ക് പറ്റിയില്ല. മനസ്സിലായോ? പിന്നെ ആ വ്യക്തിയുടെ ഫാമിലി ഇപ്പോൾ വന്നിട്ട് പറയുന്നു ഇവർ ഭയങ്കര സീനാണ്. ഇത് സൊസൈറ്റിയിൽ ഉള്ളൊരു വിഷയം കൂടിയാണ്. കല്യാണം കഴിപ്പിച്ച് സ്വന്തം മകളെ അങ്ങോട്ട് പറഞ്ഞയച്ചാലും മകളുടെ ഒരു പിടിവള്ളി, ഒരു കയറ് കയ്യിൽ വേണം എന്ന് വിചാരിക്കുന്ന പാരൻസ് ഉണ്ട്. അത് ഈ ഒറ്റക്കുട്ടി ഒറ്റപുത്രനൊക്കെ ആകുമ്പോൾ വീട്ടിൽ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് പോയാലും അവരെ ജീവിക്കാൻ ഞങ്ങൾ വിടില്ല, ഞങ്ങൾ പറയുന്നിടത്ത് നിൽക്കണം എന്ന് ചിന്തിക്കുന്ന പാരൻസും കൂടിയുണ്ട്. ആ ഒരു ഡയമെൻഷനും കൂടി ഇതിനകത്തേക്ക് കയറിക്കൂടി വരുന്നു. അങ്ങനെ ആകെ മൊത്തം ഈ അടുത്ത കാലത്ത് കണ്ടതിൽ എന്താ പറയുക, ഒരു ജിത്തു ജോസഫ് സിനിമയേക്കാൾ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു വാർത്ത അങ്ങനെ വേണം ഇതിന് പറയാൻ. കാരണം ഇതിൽ പല തലത്തിൽ, അത് സൊസൈറ്റിയിൽ പലരും അനുഭവിക്കുന്ന, പലരുടെ ലൈഫിലും നമ്മൾ കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്ന എല്ലാ കോംപ്ലിക്കേഷൻസും ഉള്ള ഒരു ലൈഫ്, അത് രണ്ടുപേരാണ് അവസാനിപ്പിച്ചു. ഞാൻ ആദ്യം ഒരു മോട്ടിവേഷൻ വെച്ച് തുടങ്ങാം. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടൊരു വീഡിയോ ആണ്. വിവാഹം ഒന്നിൻ്റെയും അവസാനമല്ല എന്ന് പറഞ്ഞ മഞ്ജു വാര്യർ. കേരളത്തിലെ മലയാളികൾ ഈ അടുത്ത കാലത്തൊക്കെ ഏറ്റവും കൂടുതൽ, അതും എസ്പെഷ്യലി സ്ത്രീകൾ എപ്പോഴും ഒരു മോട്ടിവേഷനായിട്ട് എടുക്കുന്നത്, ഒരു ഇൻസ്പിറേഷനായിട്ട് എടുക്കുന്നത് മഞ്ജു വാര്യർ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ജീവിതമാണ്. കാരണം അവർ കല്യാണം കഴിച്ച് അങ്ങനെയായി, പിന്നെ അതിനുശേഷം അവരുടെ ഒരു തിരിച്ചു വരവ്, ഇപ്പോൾ അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ, എല്ലാം കൊണ്ടും മഞ്ജു വാര്യർ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഉള്ള ഒരു സൗണ്ട് ഉണ്ട് ഈ സ്ത്രീകൾക്കിടയിൽ. അത് ഞാൻ ആദ്യം ഒരു മോട്ടിവേഷനാക്കി വെച്ച് തുടങ്ങുകയാണ്. മഞ്ജു വാര്യർ ഒരു വേദിയിൽ കല്യാണം, അവരുടെ അമ്മയുടെ ലൈഫ് പറയുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് 1-2 വേറെ ആളുകളുടെ ലൈഫ് പറയുന്നുണ്ട്. ആഫ്റ്റർ മാരേജ്, കല്യാണ ജീവിതത്തിൽ പാർട്ട്ണർ പോയി കഴിഞ്ഞാൽ അവിടെയൊന്നും തളർന്നു പോകേണ്ടവളല്ല സ്ത്രീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോട്ടിവേഷനാണ് അവർ കൊടുക്കുന്നത്. ലെറ്റ് സ്റ്റാർട്ട് ഫ്രം ദെയർ. അമ്മ പലപ്പോഴും ജീവിതത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എനിക്ക് ഭയങ്കര വലിയൊരു ഇൻസ്പിറേഷൻ ആയിക്കൊണ്ട് നിലനിന്നിട്ടുണ്ട്. അച്ഛൻ്റെ മരണശേഷം അച്ഛനും അമ്മയും എപ്പോഴും ഒന്നിച്ചേ കാണാൻ പറ്റുമായിരുന്നുള്ളൂ, ബോബനും മോളിയും പോലെ. അപ്പോൾ അച്ഛൻ്റെ മരണശേഷം അമ്മ ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്ന് ഓർത്ത് ഞാനും ചേട്ടനും ഒക്കെ പലപ്പോഴും വേവലാതിപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഞങ്ങളെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾക്കൊരു ഭാരമാവരുത് എന്ന് സ്വയം തീരുമാനിച്ച പോലെ അമ്മയ്ക്ക് പണ്ട് ചെയ്യാൻ ഇഷ്ടമുണ്ടായിരുന്ന കാര്യങ്ങൾ, നൃത്തം പഠിക്കാൻ അമ്മയ്ക്ക് വലിയ ഇഷ്ടമായിരുന്നു, പാട്ട് പഠിക്കാൻ വലിയ ഇഷ്ടമായിരുന്നു. അതിനൊക്കെ വേണ്ടി അമ്മ തന്നെ സ്വയം ഇനീഷ്യേറ്റീവ് എടുത്ത് ക്ലാസ്സുകൾ കണ്ടുപിടിച്ച് അതിൽ പോയി ചേർന്ന് പഠിച്ച്, സാഹിത്യത്തിൽ പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ അമ്മ എഴുതുമായിരുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. പക്ഷേ ചെറിയ കുറിപ്പുകളൊക്കെ എഴുതി ഫേസ്ബുക്കിൽ പ്രസിദ്ധീകരിച്ച്, ആ കുറിപ്പുകൾ കണ്ട് ഗൃഹലക്ഷ്മിയെ പോലെയുള്ള ഒരു പ്രസിദ്ധീകരണം അമ്മയെ ഇങ്ങോട്ട് വന്ന് സമീപിച്ച് അമ്മയുടെ ഒരു പുസ്തകം വരെ പുറത്തിറക്കി. അപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അങ്ങോട്ട് പോയി അതിനൊരു എന്താ പറയുക, ഒരു ഇനീഷ്യേറ്റീവ് എടുത്ത് ആ കാര്യങ്ങൾ പോയി ചെയ്യാനും സ്വന്തം സന്തോഷങ്ങൾ
കണ്ടെത്താനും ആ സന്തോഷങ്ങൾക്കൊക്കെ ഒരു വേദികൾ കിട്ടുമ്പോൾ അവിടെ അമ്മ കഥകളിയും മോഹിനിയാട്ടവും തിരുവാതിര നൃത്തയോഗ തുടങ്ങിയ ഞാൻ കേട്ടിട്ട് പോലും ഇല്ലാത്ത പല കാര്യങ്ങളും അമ്മ ചെയ്യുന്നതും, സുഹൃത്ത് സംഘങ്ങൾ ഉണ്ടാക്കുക, ആ സംഘങ്ങളുടെ കൂടെ യാത്ര പോവുക തുടങ്ങിയ സ്വന്തം ചെറിയ ചെറിയ സന്തോഷങ്ങൾ കണ്ടെത്തി എൻ്റെ മുന്നിൽ ഏതു പ്രായത്തിലും അവനവൻ്റെ സന്തോഷം കണ്ടെത്തണമെങ്കിൽ അവനവൻ ആഗ്രഹിച്ചാൽ ആ സന്തോഷങ്ങൾ കണ്ടെത്താം എന്ന് ജീവിതം കൊണ്ട് എൻ്റെ മുന്നിൽ ഉദാഹരണമായി നിൽക്കുന്ന ഒരാളാണ് അമ്മ. അതേപോലെ അമ്മയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് രാധാമണിയമ്മയെ കുറിച്ച് ഇവിടെ എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. കാറ് മുതൽ ജീപ്പ് മുതൽ JCB വരെ ഓടിക്കുന്ന ഒരു രാധാമണി അമ്മയുടെ വീഡിയോസും ഞാൻ കണ്ടു. ഒരു 10-70 വയസ്സൊക്കെ കഴിഞ്ഞ് നല്ല സുന്ദരിയായ ഒരു അമ്മയാണ്. അതേപോലെയുള്ള ഉദാഹരണങ്ങൾ ഞാൻ കണ്ടു. പിന്നെ ഇവിടെ തിരുവനന്തപുരത്ത് തന്നെയാണെന്ന് തോന്നുന്നു, തട്ടുകട നടത്തി LLBക്ക് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയെക്കുറിച്ച് ഞാൻ കേട്ടു. അതേപോലെ നമ്മുടെ മുന്നിൽ എത്രയോ വിദേശത്ത് പഠിക്കാൻ പോയിട്ട് അവിടെ പാർട്ട് ടൈം ജോലി ചെയ്ത് പഠനവും ജോലിയും ഒന്നിച്ചു കൊണ്ടുപോകുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ വീണ മാഡം എൻ്റെ അടുത്ത് ഇപ്പം നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്നത് ഞാൻ ചെയ്ത ബൈക്ക് യാത്രയെക്കുറിച്ചായിരുന്നു. അപ്പോൾ സത്യത്തിൽ എനിക്കൊക്കെ എത്രയോ ബൈക്ക് ഓടിച്ച് ഹിമാലയം വരെ പോകുന്ന സ്ത്രീകളെയും സ്വന്തം അമ്മയെ ബൈക്കിൻ്റെ പിന്നിലിരുത്തി സീമ എന്നാണെന്ന് തോന്നുന്നു ആ ഒരു റൈഡറിൻ്റെ പേര്, ഹിമാലയത്തിൽ വണ്ടി ഓടിച്ച അങ്ങനെയുള്ളൊരു റൈഡറുടെ കഥയും ഞാൻ കേട്ടു. അപ്പോൾ അതിൽ നിന്നൊക്കെ എത്രയോ നമുക്ക് ഇൻസ്പിറേഷൻ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് ചുറ്റിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷയാണ് തോന്നുന്നത്. വിവാഹം എന്നുള്ളത് ഒന്നിൻ്റെയും അവസാന വാക്കല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ ധൈര്യം കാണിക്കുന്ന കുട്ടികൾ ഇന്നുണ്ട്. വിവാഹം വേണോ വേണ്ടയോ അതല്ല, വിവാഹം വേണോ വേണ്ടയോ എന്ന് സ്വന്തം തീരുമാനമായിരിക്കണം എന്ന് ഉറപ്പിച്ചിട്ടുള്ള പെൺകുട്ടികളെ കാണാം. അതിലും ഭംഗി എനിക്ക് തോന്നിയത് അതിന് പൂർണ്ണമായി പിന്തുണ കൊടുത്തുകൊണ്ട് അവരുടെ ഒപ്പം നിൽക്കുന്ന മാതാപിതാക്കളെയും കാണുമ്പോഴാണ് ശരിക്കും നമ്മുടെ സമൂഹം സത്യത്തിൽ മാറിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് എന്നുള്ള വളരെ ശുഭകരമായിട്ടുള്ള ഒരു പ്രതീക്ഷ എനിക്ക് തോന്നുന്നുണ്ട്. മഞ്ജു വാര്യരുടെ വാക്കുകൾ ജസ്റ്റ് കേട്ട് തള്ളിവിടേണ്ട കാര്യമല്ല. ഇത് ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും കല്യാണമൊക്കെ കഴിഞ്ഞു, ആ റിലേഷൻ മര്യാദയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല, നമ്മളെ കൊണ്ടും പറ്റിയില്ല, അല്ലെങ്കിൽ ഒരു കോമ്പാക്റ്റബിലിറ്റി രണ്ടുപേരുടെ ഇടയിൽ വന്നില്ല, നമ്മളെ ഭാഗത്ത് മിസ്റ്റേക്ക്, അപ്പുറത്ത് മിസ്റ്റേക്ക്, എന്തെങ്കിലും വാട്ട് എവർ റീസൺ, ഇത് അവസാനമല്ല. വിവാഹം എന്ന് പറയുന്നത് അവസാനമായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. ഓക്കെ, എല്ലാവർക്കും കൊണ്ട് വിവാഹം കഴിച്ചാലേ മുന്നോട്ട് പോകാൻ പറ്റുമെന്നില്ല, എല്ലാവരുടെ വിവാഹവും സക്സസ്ഫുൾ ആവണമെന്നില്ല. സക്സസ്ഫുള്ളായിട്ട് പോകുന്ന വിവാഹ ജീവിതത്തിനിടയിൽ ഒരു പ്രശ്നവും ഇല്ലാതെ തന്നെ സക്സസ്ഫുൾ ആയി എന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ലൈഫ് എന്ത് വേണം, എങ്ങനെയായിരിക്കും എന്ന് ചൂസ് ചെയ്യേണ്ടത് നമ്മൾ മാത്രമാണ് എന്നുള്ളത് മനസ്സിൽ വയ്ക്കുക. ഓക്കെ, ഇതേപോലെ ലൈഫിൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം അവർ വന്നിട്ട് തിരിച്ചു വരും. അവരുടെ നമുക്ക് മഞ്ജുവാർ മാത്രമല്ല, അവരൊരു സെലിബ്രിറ്റി ആയതുകൊണ്ട് അവരിൽ നിന്ന് ഇൻസ്പയർഡ് ആവാൻ അവരുടെ ലൈഫ്. അല്ലെങ്കിൽ നമ്മൾ ചുറ്റോട് ഒന്ന് കണ്ണോടിച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇപ്പം സ്വയം നമ്മളെ വീട്ടിൽ തന്നെ നോക്കിയാൽ മതിയാവും. ചിലപ്പോൾ നമ്മളെ അമ്മയോ അച്ഛനോ ഒക്കെ അവരുടെ ആ ഒരു ലൈഫിൽ എന്തൊക്കെ സ്ട്രഗിളുകൾ ഉണ്ടായിരുന്നു അത് അവരെങ്ങനെ ഓവർകം ചെയ്തു. നമുക്ക് നോക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല എക്സാമ്പിൾ ചിലപ്പോൾ നമ്മളെ വീട്ടിൽ തന്നെയാവും. ഇനിയിപ്പോൾ അവിടെയും പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക. അങ്ങനെ കുറേ ഉണ്ടടി, നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്, മനസ്സിലായോ? അതുപോലെ എന്നെപ്പോലെ ഇതേപോലെ വീഡിയോ ഇട്ടിട്ട് വെറുതെ കുറേ മോട്ടിവേഷൻ മാറ്റി തരുന്നവരുണ്ട്. അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ കയറി എൻഗേജ്ഡ് ആയിട്ട് അവിടെ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ ഇത് ഓടിപ്പോയിട്ട് ഇല്ല എല്ലാം കഴിഞ്ഞു, ഞാൻ തീരാൻ പോവാണ്, ഞാൻ തീർത്തു എന്ന് പറഞ്ഞ് ജീവിതം അവസാനിപ്പിക്കാതെ ഇരിക്കാൻ ശ്രമിക്കുക എന്നുള്ളൊരു മോട്ടിവേഷനിൽ നിന്ന് തുടങ്ങുകയാണ്. അപ്പോൾ ഈ ഒരു അമ്മയും മകളും, ഈ ഗ്രീമയുടെ അമ്മയും, ഇവർ രണ്ടുപേരും അച്ഛൻ മരിച്ചതിന് ശേഷം, അത് ഗ്രീമയുടെ അച്ഛൻ, ഈ അമ്മയുടെ ഹസ്ബൻഡ്, ഓക്കെ, ഈ സജിതയുടെ ഹസ്ബൻഡ് മരിച്ചതിന് ശേഷമാണ് ഇവർ ഈ ഒരു ഡിസിഷനിലേക്ക് എത്തുന്നത്. ഒരു പരിധി വരെ സജിതയും ഗ്രീമയും അവരുടെ എന്താ പറയുക, ഈ ഉണ്ണികൃഷ്ണനുമായിട്ടുള്ള മകളുടെ കല്യാണത്തിന് ശേഷം മകളെയും അമ്മയെയും ഒരു പരിധി വരെ ഇങ്ങനത്തെ ചിന്തകളിലേക്കൊന്നും കൊണ്ടുപോകാതെ എത്തിക്കാതെ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടു നടന്നത് ആ മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് കാര്യങ്ങൾ കുറച്ചും കൂടി അതായത് ലൈഫിൽ. അപ്പോൾ എനിക്ക് മനസ്സിലായ ഈ ഒരു വിഷയം, ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ നിന്ന് ഈ അമ്മയ്ക്കും മകൾക്കും അച്ഛനായിരുന്നു എല്ലാം. ഓക്കെ, അച്ഛനായിരുന്നു അവർക്ക് എല്ലാം പറഞ്ഞു കൊടുക്കുന്നതും അവരെ ഓരോരോ കാര്യങ്ങളിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുന്നതും. അവരുടെ ലൈഫ് റിവോൾവ്സ് അറൗണ്ട് ദാറ്റ് പേഴ്സൺ, അച്ഛൻ. ഇവർക്ക് കൂട്ടക്കാരോ കുടുംബക്കാരോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ബാക്കി കാര്യങ്ങളോ ഉണ്ടായിരുന്നെങ്കിൽ ഓക്കെ, അച്ഛനുണ്ട്, ഹീസ് ദെയർ. പക്ഷെ അതിന് ആ വ്യക്തി ഇല്ലാതായി കഴിഞ്ഞാലും ഷെയർ ചെയ്യാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമായിരുന്നു. ഞാനിപ്പോൾ നോക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ്റെ കൂട്ടക്കാരും കുടുംബക്കാരും വരുന്നു, ഈ ഗ്രീമയുടെയും സജിതയുടെയും കൂട്ടക്കാരും കുടുംബക്കാരും വരുന്നു, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുന്നു. ഇവർക്കൊക്കെ എല്ലാ കാര്യങ്ങളും ആദ്യം മുതലേ അറിയാം. 2019 മുതൽ ഈ ഗ്രീമയും ഉണ്ണികൃഷ്ണനും കല്യാണം കഴിച്ചത് മുതൽ ഇവരുടെ ഫാമിലിയിൽ നടക്കുന്ന എൻ്റയർ കാര്യങ്ങൾ ഈ പറഞ്ഞ
ഉണ്ണികൃഷ്ണൻ്റെ വീട്ടുകാർക്ക് പറയാം, ഗ്രീമയുടെ വീട്ടുകാർക്ക് പറയാം. എടേ നിങ്ങൾക്കൊക്കെ അറിയുമായിരുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ അതിനെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചെങ്കിൽ, 2 പേര് മര്യാദയ്ക്ക് പോകുന്നില്ല, അവരുടെ ഫാമിലീസ് തമ്മിൽ ഒത്തു പോകുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനീഷ്യേറ്റ് ചെയ്ത് നടത്തിയ ഒരു കല്യാണം കൂടി ആകുമ്പോൾ നിങ്ങൾ അവരെ വേർപിരിച്ചോ, എന്താ പ്രശ്നം അതിന്? ഈ നാട്ടിൽ ഡിവോഴ്സിനുള്ള ഏറ്റവും വലിയ വിഷയം എന്താ? ഡിവോഴ്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അയ്യോ നാട്ടുകാർ എന്ത് പറയും, കൂട്ടുകാരും കുടുംബക്കാരും എന്ത് പറയും, അവരോട് എന്ത് ഉത്തരം കൊടുക്കുന്നുള്ള പേടി കൊണ്ടാണ് പലരും ഇത് ചെയ്യാതിരിക്കുന്നത്. കടിച്ചു പിടിച്ച് തൂങ്ങി ലാസ്റ്റ് ജീവിതം ഇല്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ കാരണം ഈ പറഞ്ഞ സൊസൈറ്റിയാണ്. അത് മാറണം, അത് മാറിയേ പറ്റൂ. അല്ലാതെ 2 പേര് മരിച്ചതിന് ശേഷം അയ്യോ മൊത്തം എന്ന് പറഞ്ഞ് വന്നിരുന്നിട്ട് ഒരു കാര്യമില്ല. എന്താണെങ്കിലും ഈ ഒരു വിഷയം നമുക്ക് ഡീപ്പായിട്ട് നോക്കണം. അതിലാദ്യം തന്നെ പുറത്തു വന്ന ന്യൂസിൻ്റെ ഡീറ്റെയിലിംഗ് ഞാനിവിടെ എന്താണെങ്കിലും പ്ലേ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക്. തന്റെ മകളെ ഉടുപ്പ് മാറുന്നത് പോലെയാണ് ഭർത്താവ് ഉപേക്ഷിച്ചത്. മകളുടെ വിവാഹ ബന്ധം ശിഥിലമായത് കണ്ട് സഹിക്കാനായില്ല. ആകെയുള്ള ആശ്വാസം വീട്ടിൽ ഉണ്ടായിരുന്ന ഭർത്താവ് കൂടിയായിരുന്നു. പക്ഷെ ഭർത്താവ് കഴിഞ്ഞ മാസം ഹൃദയാഘാതം മൂലം മരിച്ചു. അങ്ങനെ ആ മകൾക്കും അമ്മയ്ക്കും ഗൃഹനാഥൻ ഇല്ലാത്ത അവസ്ഥയായി. അമ്മയും മകളും തനിയായി വീട്ടിൽ ഒറ്റപ്പെട്ടു. ഈ ഒറ്റപ്പെട്ട ഘട്ടത്തിൽ വീണ്ടും ഭർത്താവിനെ ഒരു മരണ വീട്ടിൽ വെച്ച് കാണാൻ ഇടയായി. ആ സമയത്ത് മകൾ ഭീമ ഭർത്താവിനോട് പറഞ്ഞു, ഞാൻ കൂടെ വരട്ടെ, ഒരുമിച്ച് ജീവിക്കാം എന്ന് പറഞ്ഞു. 6 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ഇവരുടെ വിവാഹം. 25 ദിവസം മാത്രമേ ഒരുമിച്ച് കഴിഞ്ഞുള്ളൂ. പിന്നീട് ഇയാൾ അയർലൻഡിലേക്ക് പോയി. അങ്ങനെ അച്ഛന്റെ മരണത്തിന് ശേഷം മറ്റൊരു മരണ വീട്ടിൽ വെച്ച് കണ്ടപ്പോഴാണ് മകൾ ഭർത്താവിനോട് ഈ വിധത്തിൽ ഇടപെട്ടത്. പക്ഷെ ഭർത്താവ് അവിടെ വെച്ച് ആളുകളുടെ മുൻപിൽ വെച്ചാണ്, നിന്നെ എനിക്ക് വേണ്ട, നിന്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ല, ഇത് ഔദ്യോഗികമായി തന്നെ വേർപിരിയണമെന്നുള്ള കാര്യം പറയും. ഇത് വലിയ രീതിയിൽ ഇവരെ മാനസികമായി വിഷമിച്ചു. ഒപ്പം തന്നെ 200 പവനാണ് ഇവർക്ക് സ്ത്രീധനമായി അന്ന് നൽകിയത് 6 വർഷങ്ങൾക്ക് മുൻപ്. പക്ഷേ 200 പവൻ പോരാ എന്ന് ഭർത്താവ് പറഞ്ഞു. ഒപ്പം തന്നെ ഈ ഗ്രീമ ഐശ്വര്യക്കേടാണ്, ഭാഗ്യം വരുന്നില്ല. താൻ അയർലൻഡിൽ 6 വർഷമായി PhD ചെയ്യുന്നു. പക്ഷേ തനിക്കൊരു ഒരു ഉന്നത പഠന കോഴ്സ് പാസ്സാകാൻ കഴിയാത്തത് ഈ ഭാര്യയുടെ, അതായത് ഗ്രീമയുടെ ഭാഗ്യക്കേട് കൊണ്ടാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ ഇയാൾ ഭാര്യയോട് മാത്രമല്ല ഭർത്താവിന്റെ വീട്ടിലും ഭാര്യയുടെ വീട്ടിലും ബന്ധുക്കളോടും ഒക്കെ തന്നെ പറഞ്ഞു. ഇതിന്റെ അടക്കം തെളിവുകൾ നിലവിൽ പോലീസ് തേടുകയാണ്. സജിതയുടെ ഭർത്താവ് ഗ്രീമയുടെ അച്ഛൻ രാജീവ് കൃഷി വകുപ്പിലെ ഒരു ഗസറ്റഡ് റാങ്കിൽ ഉദ്യോഗസ്ഥനായിരുന്നു. ഇവരുടെ ഏക ആശ്വാസം ഇതായിരുന്നു. ഇവരെ ഒരു കൂട്ട ആത്മഹത്യയിലേക്ക് അടക്കം പോകാതിരുന്നത് അച്ഛന്റെ ഒരു സമാശ്വാസം ഇവർക്ക് 2 പേർക്കും കിട്ടിയത് കൊണ്ടാണ്. പക്ഷേ അച്ഛന്റെ മരണത്തിന് ശേഷം തന്നെ സയനൈഡ് ഇവർ 2 പേരും കയ്യിൽ കരുതിയിരുന്നു. എപ്പോൾ വേണമെങ്കിൽ ഇവർക്ക് ഈ വിധത്തിൽ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തുമെന്ന് കരുതിയിരുന്നു. ഇനി ഇയാളുടെ വിഷയം, ഈ ഉണ്ണികൃഷ്ണനെ സംബന്ധിച്ച് അയാൾ കേരളത്തിലടക്കം ഉന്നത വിദ്യാഭ്യാസം പൂർത്തിയാക്കി. പിന്നീട് ഇയാൾ 6 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് വിവാഹം കഴിഞ്ഞ് 25ാമത്തെ ദിവസം ഇയാൾ അയർലൻഡിലേക്ക് പോയതാണ്. പിന്നീട് ഇവർ ഒരുമിച്ച് തുടർച്ചയായി താമസിച്ചിട്ടില്ല. പക്ഷേ ഇയാളുടെ പ്രശ്നം, ഇയാൾ ഈ അന്ധവിശ്വാസത്തിന് അടിമയായിരുന്നു. ഇയാൾ കരുതിയിരുന്നത് തന്റെ ഉന്നത വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ സാധിക്കാതിരുന്നത് ഈ ഭാര്യയുടെ ഭാഗ്യക്കേടാണ്. ഒപ്പം തന്നെ നാട്ടിലെത്തി ബാംഗ്ലൂരിലടക്കം ഒരു വലിയ പ്രധാനപ്പെട്ട സ്ഥാപനത്തിൽ ഇയാൾ ജോലി നോക്കി. അവിടെ ഇന്റർവ്യൂവിന് പോയപ്പോഴും ആ ഇന്റർവ്യൂവിൽ തനിക്ക് ജോലി ലഭിക്കാതിരുന്നത് ഈ ഭാര്യയുടെ ഐശ്വര്യക്കേടാണ്. ഒപ്പം തന്നെ ഭാര്യയെ കാണാതിരിക്കലാണ്. ഭാര്യയെ കണ്ടാൽ പല സ്ഥലങ്ങളിലും പോയാൽ ഇയാൾക്ക് ഐശ്വര്യക്കേടുണ്ട്. അതുകൊണ്ട് ഭാര്യയെ നേരിട്ട് കാണാതിരിക്കാനാണ് ഭാര്യയുമായി ഒരുമിച്ച് താമസിക്കാതിരുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഇയാളുടെ ബന്ധുക്കളോടും ഭാര്യയുടെ അച്ഛനോടും അമ്മയോടും പറഞ്ഞിരുന്നു. അങ്ങനെ എങ്ങനെയുണ്ട്? അതായത് ഇതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഞാൻ ഈ വീഡിയോ തുടങ്ങുമ്പോൾ പറഞ്ഞല്ലോ, ഇതിലൊരു ആണിൻ്റെ ഭാഗത്തുനിന്ന് പറയുമ്പോൾ അയാൾക്ക് പറയാൻ ഒരുപാട് വിഷയങ്ങൾ, ഈ മരണപ്പെട്ട ഈ 2 വ്യക്തികളുടെ ഭാഗത്തു നിന്ന് സംസാരിക്കുന്നവർക്ക് അവർക്ക് പറയാൻ ഒരുപാട് വിഷയങ്ങൾ. ഒരു ഫാമിലിക്കകത്ത് സാധാരണ ഇങ്ങനത്തെയൊക്കെ ഒരു സെപ്പറേഷൻ്റെ ഒരു വക്കിലെത്തി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി, അതിനകത്തൊക്കെ ഒരു 1 ഡയമെൻഷൻ സാധനം മാത്രമേ പറയാനുണ്ടാവുള്ളൂ. ഇത് ഈ ന്യൂസ് പുറത്ത് വന്നത് മുതൽ കുറേയൊക്കെ സ്വത്ത്, പണം, ഡൗറി കൊടുത്തത്, സ്വർണം കൊടുത്തത് എന്നുള്ള രീതിക്കായി. പിന്നെ അതല്ല ആ ലെറ്ററിൻ്റെ അകത്തുണ്ടായിരുന്ന കണ്ടൻറ്റ് എന്നുള്ളത് മനസ്സിലായി. പിന്നെ മനസ്സിലായി ഈ വ്യക്തി, ഈ ഹസ്ബൻഡ് എന്ന് പറഞ്ഞ വ്യക്തി മനഃപൂർവ്വം ഈ ഗ്രീമയെ ലൈഫിൽ നിന്ന് മാറ്റി നിർത്തുമായിരുന്നു. അതിന് അന്ധവിശ്വാസം, ഇത്രയും പഠിപ്പും വിദ്യാഭ്യാസവും പുറത്ത് ജോലി ചെയ്യുന്ന ഒരാൾക്ക് അന്ധവിശ്വാസം എന്നുള്ളൊരു എലമെൻറ്റ് വരും വരാതിരിക്കും, ദാറ്റ്സ് അപ് ടു എ പേഴ്സൺ. ബട്ട് സ്റ്റിൽ ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ അത്യാവശ്യം പഠിപ്പും വിദ്യാഭ്യാസം ഉള്ളവരൊക്കെ എത്രത്തോളം കൊണ്ടു നടക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ കേസുകളിലൊക്കെ പഠിപ്പും വിദ്യാഭ്യാസം ഉള്ളവരൊക്കെ ഈ അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്ത് കൂട്ടിയ കാര്യങ്ങളൊക്കെ നമ്മളെ മുന്നിൽ പുറത്ത് വന്നിട്ടുണ്ട്. ബട്ട് എന്നാലും നമ്മളെന്താ ഇങ്ങനെ ലോക്കലായിട്ട് പറയുക, ഇത്രയും പഠിപ്പും വിദ്യാഭ്യാസം ഉണ്ടായിട്ട് അന്ധവിശ്വാസം കൊണ്ടു നടക്കും എന്നുള്ള ചോദ്യം നമ്മൾ ചോദിച്ചു പോകുമല്ലോ. ആ രീതിക്ക് ഉണ്ണികൃഷ്ണൻ ഗ്രീമയെ ഒരു ഭാഗ്യക്കേടായിട്ട് കാണുന്നു എന്നുള്ള ന്യൂസ് പുറത്തു വരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ആദ്യം ഹസ്ബൻഡിനെതിരെ വന്നൊരു കേസാണിത്. ഓക്കെ, ഇനീഷ്യൽ സ്റ്റേജിൽ
ഈ പെണ്ണിനെ എങ്ങനെ ഒഴിവാക്കണം എന്നുള്ളത് മാത്രം നോക്കി കൂട്ടക്കാരുടെയും കുടുംബക്കാരുടെയും മുന്നിൽ കിട്ടുന്ന സന്ദർഭങ്ങളിലൊക്കെ ഒഴിവാക്കി വെറും 10-24 ദിവസം മാത്രം ലൈഫിൽ ഒന്നിച്ച് ജീവിച്ച് 2019 അന്ന് കല്യാണം കഴിഞ്ഞ് സെപ്റ്റംബറിൽ കല്യാണം കഴിഞ്ഞ ശേഷം 10-25 ദിവസം മാത്രം ഒപ്പം ജീവിച്ച് പിന്നെ ഈ പെണ്ണിനെ എങ്ങനെയൊക്കെ ഒഴിവാക്കാമെന്നുള്ളത് ഒക്കെ പ്ലാനൊക്കെ ഇട്ട് പല റീസൺസ് പറഞ്ഞ് ഭാഗ്യക്കേടാണെന്ന് പറഞ്ഞ് അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞ് ഒഴിവാക്കി പോയ ഒരു വ്യക്തിയായിട്ട് ആദ്യം ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ ഹസ്ബൻഡിനെ മീഡിയ വഴി നമുക്ക് മനസ്സിലാവുന്നു. അതിനുശേഷം അയാളെ പിടിക്കാൻ വേണ്ടിയുള്ള പോലീസിൻ്റെ തത്രപ്പാടും അയാളെ പിടിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. ലേറ്റർ ഓൺ ഈ പറഞ്ഞ ഉണ്ണികൃഷ്ണൻ്റെ വീട്ടുകാർ വരികയാണ്. ഓക്കെ, അവർ വന്ന് പറഞ്ഞത് വേറൊരു കാര്യം. അതാണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത്. ഈ ഒരു ഇൻസിഡൻറ്റിനകത്ത് എല്ലാം മിക്സാണ്. ഈ അടുത്ത കാലത്ത് നടന്ന എല്ലാ റീസൺസും, ഇങ്ങനത്തെ വിഷയങ്ങളിൽ നടന്ന എല്ലാ റീസൺസും ഈ ഒരൊറ്റ കേസിൽ വരികയാണ്. ഉണ്ണികൃഷ്ണൻ്റെ റിലേറ്റീവ് വന്നിട്ട് പറയുന്നത്, ഐ തിങ്ക് ഹിസ് ബ്രദർ വന്നിട്ട് പറയുകയാണ്, ഈ അമ്മ കല്യാണം കഴിഞ്ഞ കാലം മുതൽ ഗ്രീമയുടെ കാര്യങ്ങൾ നോക്കി നടക്കുകയാണ്. ഏട്ടനെയും ചേച്ചീനെയും മര്യാദയ്ക്ക് എവിടെയും ഒന്ന് പോയി സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പോലും ഇവർ സമ്മതിച്ചില്ല. അവരെ ജീവിതത്തിലെ എല്ലാ ഡിസിഷൻസും എടുക്കുന്നത് ഈ അമ്മയാണ്. കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ആ കുട്ടിയുടെ അമ്മ എല്ലാ ഡിസിഷൻസും എടുക്കുന്നു. ആ കുട്ടി വീട്ടുകാരുടെ വാക്കിനനുസരിച്ച് നിൽക്കുന്നു. ഹസ്ബൻഡ് എന്നുള്ള രീതിക്ക് ഒരു തരത്തിലും ഈ വ്യക്തിയായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള രീതിക്ക് കാര്യങ്ങൾ ആദ്യം മീഡിയയുടെ മുന്നിൽ വന്ന് പറയുന്നു. അതിനുശേഷം പ്രശ്നം എന്ന് പറയുന്നത് ചേച്ചി ഒരു ഒറ്റ കുട്ടിയായിരുന്നു അവർക്ക്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ആദ്യം നമ്മൾ വിചാരിച്ചതെന്ന് വെച്ചാൽ അച്ഛനമ്മയ്ക്ക് ഒരു അറ്റാച്ച്മെൻറ്റ് കൂടുതലുണ്ടായിരിക്കുമല്ലോ, അങ്ങനത്തെ അതായിരിക്കും എന്നാണ് വിചാരിച്ചത്. പിന്നെ അത് മനസ്സിലായി, ഇത് ഭയങ്കര ചേച്ചിയുടെ അമ്മ ഈ ചേച്ചിയുടെ കാര്യത്തിൽ ഭയങ്കര പൊസസീവ് ആയിരുന്നു എന്നുള്ളതാണ് പിന്നെ നമുക്ക് തോന്നിയിട്ടുള്ളത്. കാര്യം ഇവർക്കൊരു പ്രൈവറ്റ് ലൈഫ് കൊടുക്കാനായിട്ടുള്ള കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അതിൽ വാസ്തവം. ഇപ്പം ചേച്ചിയായിട്ട് സംസാരിക്കുന്ന അല്ലെങ്കിൽ ചോദിക്കുന്ന എല്ലാ കാര്യത്തിനും മറുപടി ചിലപ്പം ആൻറ്റി ആയിരിക്കും പറയുന്നത്, അല്ലെങ്കിൽ ആൻറ്റി ആയിരിക്കും അത് ഡിസിഷൻസ് എടുക്കുന്നത് എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ സൈഡ് എന്താണെങ്കിലും ഇനിയിപ്പോൾ സൊസൈറ്റി കേൾക്കാൻ നിൽക്കില്ല. മറ്റേ രണ്ടുപേരും മരിച്ചുപോയി, അവിടെ ഉണ്ടായിരുന്ന അച്ഛനും മരിച്ചുപോയി. ഇനിയിപ്പോൾ അവരുടെ കൂട്ടക്കാരും കുടുംബക്കാരും ആണ് ഇതിൽ ഉത്തരം പറയാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഈ ഹസ്ബൻഡ് പറയുന്നത് വിശ്വസിക്കേണ്ട അവസ്ഥയ്ക്ക് പോകും, അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ ഫാമിലി പറയുന്നത് വിശ്വസിക്കേണ്ട അവസ്ഥയ്ക്ക് പോകും. ബട്ട് ഈ സംഗതി ഇല്ലേ സൊസൈറ്റിക്കകത്ത്? ഇല്ല എന്ന് പറഞ്ഞാൽ ആർക്കും മാറിപ്പോകാനൊന്നും പറ്റില്ലല്ലോ. പലരും അനുഭവിക്കുന്ന പ്രശ്നമായിരിക്കും. അതായത് രണ്ടുപേര് കല്യാണം കഴിച്ച് ജീവിക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ ആണിൻ്റെ വീട്ടുകാർ ആണിനോടും പെണ്ണിൻ്റെ വീട്ടുകാർ പെണ്ണിനോടും കല്യാണം കഴിഞ്ഞ് പോയാലും ഞങ്ങൾ പറയുന്നത് കേൾക്കുന്നതാണ് ജീവിക്കണം, മനസ്സിലായോ? ഞങ്ങൾ പറഞ്ഞതിനപ്പുറത്തേക്ക് നിങ്ങൾ പോകാൻ പാടില്ല. ചിലപ്പോൾ ആണിൻ്റെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും പറഞ്ഞു കൊടുക്കാം, അച്ഛൻകുട്ടി അമ്മക്കുട്ടിയായിട്ട് മാത്രം ഇനി ഇരുന്നാൽ മതി, വന്ന് കയറി അവളവിടെ നിൽക്കട്ടെ, ഞങ്ങളല്ലേ നിനക്ക് വലുത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു മനുഷ്യനെ ടോർച്ചർ ചെയ്യുന്ന ചില പാരൻസ് ഉണ്ട്. തിരിച്ച് പെൺകുട്ടിയോടും ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന പാരൻസ് പെൺകുട്ടിക്ക് ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ പാരൻസ് ഈ മക്കളെ കല്യാണം കഴിപ്പിച്ച് വിടുന്നത്? നിങ്ങൾക്ക് സൊസൈറ്റിയുടെ മുന്നിൽ ഞങ്ങൾക്ക് കുട്ടി ഉണ്ടായി, അതിനെ ഞങ്ങൾ വളർത്തി, ഇനിയിപ്പോൾ ഞങ്ങൾ അതിനെ കല്യാണം കഴിപ്പിച്ച് വിട്ടു, ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സൊസൈറ്റിയെ കാണിക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ മക്കളെ അങ്ങനെയുള്ള പാരൻസ് കല്യാണം കഴിപ്പിച്ച് വിടുന്നത്? പ്ലീസ് ഡോണ്ട് ഡു ഇറ്റ്. നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് നിങ്ങളെ കുട്ടീനെ വെച്ചിട്ട് ഉപ്പിലിട്ട മാങ്ങേനെ പോലെ നോക്കിയിരിക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ കയ്യിൽ വെച്ചോ. എന്തിനാ വേറൊരാൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തിട്ടോ വേറൊരാളെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ടോ നിങ്ങളെന്തിനാ ബാക്കിയുള്ളവരുടെ ലൈഫും അവരുടെ ആ ഒരു എൻവയോൺമെൻറ്റും തുളച്ച് കളയാൻ നിൽക്കുന്നത്? സ്വന്തം കുട്ടിയുടെ ജീവിതവും നിങ്ങൾ തുളച്ച് കളയില്ലേ? അങ്ങനെയുള്ള പാരൻസ് ഇനിയെങ്കിലും സൊസൈറ്റിയിൽ ഒരുപാട് മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മനസ്സിലായോ? സ്നേഹമാവാം, കുട്ടികളോടുള്ള ഓവറായിട്ടുള്ള ഒരു പൊസസീവ്നെസ് ആവാം പാരൻസിന്, എന്തും ആയിക്കോട്ടെ. പക്ഷെ വൺസ് ദേ വോണ്ട് ടു സ്റ്റാർട്ട് ദെയർ ഓൺ ലൈഫ്, ദെയർ ഓൺ ഫാമിലി, നിങ്ങൾ മൂവ് ഓൺ ചെയ്യ്. നിങ്ങൾ കാരണം ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും ഉണ്ട് പല ഫാമിലിക്കകത്തും. അപ്പോൾ അത് തിരിച്ചറിയാൻ സ്വയം. അല്ലെങ്കിൽ ഒരു പോയിന്റിൽ മക്കൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇടപെടാൻ പോകാതിരിക്കും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ വിളിക്കും, അല്ലെങ്കിൽ മനസ്സിലാക്കി അത് അത്ര എക്സ്ട്രീം പോയി എന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി ഇടപെട്ടോ. അല്ലാതെ എല്ലാ കാര്യത്തിലും ഇടപെട്ട് കഴിഞ്ഞാൽ അവസ്ഥ തന്നെ ഇടുക. പിന്നെ അതിന് സഫർ ചെയ്യുന്ന പാർട്ട്നേഴ്സിനോട് പിന്നെ ഭയങ്കര സീനാണ്. അവർക്കത് തമ്മിൽ അത് ഒരാൾക്ക് വേറൊരാളെ, ഇപ്പോൾ ഞാൻ ആണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുമ്പോൾ ഇപ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് പാർട്ട്ണറെ അവരുടെ വീട്ടുകാർ മാനിപ്പുലേറ്റ് ചെയ്യുമ്പോൾ ഞാൻ എന്ത് പറയും, അവരുടെ വീട്ടുകാരെ കുറിച്ച് കുറ്റം പറഞ്ഞു കൊടുത്തു എന്നുള്ള പേരിലാവും ഞാൻ പറഞ്ഞു കൊടുത്തത് എൻ്റെ പാർട്ട്ണറിനോട്. മനസ്സിലായോ? അത് പറഞ്ഞ് നമുക്ക് അവരെ കൺവിൻസ് ചെയ്യാൻ ഭയങ്കര പാടാ. ഒന്നും പറയാൻ പറ്റില്ല. എനിക്ക് പോയിട്ട് എൻ്റെ പാർട്ട്ണറോട് പറയാൻ പറ്റുമോ, നീ നിൻ്റെ അമ്മ പറയുന്നത് കേട്ടിരുന്നോ, നീ അങ്ങനെ അപ്പോൾ അവരുടെ മൈൻഡിൽ എന്താ തോന്നുന്നത്, ഇയാൾ എന്തിനാ വന്നിട്ട് നിൻ്റെ അമ്മേനെ കുറ്റം പറയുന്നതെന്ന് വിചാരിക്കും. അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ലൈഫിൽ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. കല്യാണം കഴിഞ്ഞ ആ ഒരു റിസപ്ഷൻ്റെ അന്ന് രാത്രി ഒരു 12 മണി വരെ ഇവിടെ ഉണ്ടായിരുന്നു.
അത് കഴിഞ്ഞ് ഇവർ റൂം അടച്ചിട്ടും ഒക്കെയാണ് അവർ പോയി പിറ്റേ ദിവസം രാവിലെ ഒരു 6 മണിക്ക് തന്നെ തിരിച്ചു വരികയും ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് ചേച്ചിയെ കൂട്ടിക്കൊണ്ട് എവിടെയോ പോയിട്ട് അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞ് കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്നു. പിന്നെ ഒരു 24 അവർ കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ ചേട്ടന് ഈ ചേച്ചിയെ അങ്ങനെ വിട്ടു കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. പിന്നെ ഇപ്പം ഹണിമൂണിന് പോയ ഒരു സമയത്ത് മാത്രമാണ് ഒരു 4 ദിവസത്തെ ഒരു ഹണിമൂണിന് ആൻഡമാനിൽ പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് മാത്രമായിരിക്കും ഇവർ അത്രയും ടൈം കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ അവർക്ക് പറ്റിയത്. അതിലും പക്ഷേ ഇവരുടെ ഇൻ്റർവെൻഷൻ ഭയങ്കരമായിട്ട് കൂടുതലായിരുന്നു. ഇപ്പം ഇവർ പോയ സമയത്ത് എന്തോ ഫോൺ എടുത്തില്ല എന്ന് പറഞ്ഞു. ഇവർ താമസിക്കുന്ന ഹോട്ടലിൻ്റെ ഡീറ്റെയിൽസ് ടൂർ ഓപ്പറേറ്റർ വഴി കണ്ടുപിടിച്ച് അവിടെ വിളിച്ച് ഫോൺ എടുക്കുന്നില്ല, അവിടെ ഉണ്ടോ, അത്രത്തോളം പൊസസീവായിരുന്നു ഈ ചേച്ചിയുടെ കാര്യത്തിൽ ആൻറ്റി. അപ്പം ഇവർക്കൊരു പ്രൈവസി കൊടുത്തിട്ടില്ല, ഭയങ്കരമായിട്ടുള്ള ഇൻ്റർവെൻഷൻസ് എല്ലാ കാര്യങ്ങളിലും. ഇപ്പോൾ ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഉള്ള ഒരു ചെറിയ കാര്യം പോലും ആ ആൻറ്റിയാണ് ഡിസൈഡ് ചെയ്തുകൊണ്ടിരുന്നതും അല്ലെങ്കിൽ അതിനൊരു ഡിസിഷനും പറയുകയും ഇടപെട്ടുകൊണ്ടും ഇരുന്നത്. അത് ഒരു ആളെ സംബന്ധിച്ച് പ്രൈവസി, പ്രത്യേകിച്ച് മാരീഡ് ലൈഫിലൊരു പ്രൈവസി ആരായാലും ആഗ്രഹിക്കും. അത് കിട്ടില്ല എന്നുള്ളതായിരുന്നു ആദ്യത്തെ പ്രശ്നം എന്ന് പറയുന്നത്. ഈ സിംഗിൾ ചൈൽഡായിട്ട് വളരുന്ന, ഒറ്റക്കുട്ടിയായിട്ട് വളരുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ ഇത് സീനായിരിക്കും. കാരണം അവരുടെ പാരൻസ് എപ്പോഴും ആ ഒരു കുട്ടിയിൽ ഫുള്ളി ഇൻവെസ്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ടൈമിൽ അവർക്ക് കല്യാണം കഴിഞ്ഞ് പോയാലോ കുട്ടി പോയല്ലോ എന്നുള്ള ഒരു വിഷമം കൊണ്ട് അവരെ ചുറ്റി ഇങ്ങനെ ഓർബിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതൊരു സീൻ തന്നെയാണ്. അതൊക്കെ അനുഭവിക്കുന്നവർക്ക് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ സൊസൈറ്റിയിൽ. കല്യാണം കഴിഞ്ഞ് പോയിട്ടും ചിലപ്പോൾ കുട്ടികൾക്കൊന്ന് മൂവ് ഓൺ ചെയ്യണം താല്പര്യം ഉണ്ടാവും. കാരണം കുട്ടികൾ അപ്പുറത്തെ ഒരു ടോക്സിക് എൻവയോൺമെൻറ്റ് വീട്ടിൽ ഭയങ്കരമായിട്ട് സഹിക്കുന്നുണ്ടാവും. അങ്ങനെ ഒറ്റ കുട്ടി അച്ഛനമ്മയ്ക്ക്, ആ അച്ഛനും അമ്മയും ഫുൾ ടൈം അതിൽ ഇൻവെസ്റ്റഡ്, ആ കുട്ടിയെ പറയുന്നു, പഠിപ്പിക്കുന്നു, അങ്ങനെ അത് ഭയങ്കര സംഗതിയാണ്. മനസ്സിലായോ? അതനുഭവിച്ചിട്ടായിരിക്കും ചിലപ്പോൾ കല്യാണം ഇനി ഭർത്താവിൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ 10 ആളുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഭാര്യ വന്നു കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാരുണ്ടാവുമല്ലോ എന്നൊക്കെ ചിന്തിക്കുന്ന ആണും പെണ്ണും ഉണ്ടാവും. പക്ഷെ ഇതൊന്നും ആവില്ല. പാരൻസ് വിടൂല, പിന്നാലെ പിടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ പറയുന്ന പോലെ എന്ന് പറഞ്ഞിട്ട് പിന്നെ മാറാതിരിക്കും. വെരി അൺഫോർച്ചുനേറ്റ്ലി ചില ആളുകൾ അയ്യോ അച്ഛനും അമ്മേനോടും ആയതുകൊണ്ട് ഇപ്പം എന്ത് പറയും, അച്ഛനും അമ്മേനോടും നമ്മൾ എതിർത്ത് പറഞ്ഞാൽ എന്ത് സംഭവിക്കും, അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് എതിർത്ത് പറയാനും പോകില്ല. അങ്ങനത്തെ സീനും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒറ്റ കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ നിങ്ങൾക്ക് കല്യാണം കഴിപ്പിച്ച് വിട്ട് ആ കുട്ടിയുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ വിടുക എന്നുള്ള ഒരു സംഗതി ചൂസ് ചെയ്താൽ വെൽ ആൻഡ് ഗുഡായിരിക്കും. ഓക്കെ. പിന്നെ അറേഞ്ച് മാരേജസിലാണ് ഇങ്ങനത്തെ സീനുകൾ കൂടുതൽ പ്രശ്നമാകുന്നത്. കാരണം ഒന്നാമത് നിങ്ങൾക്ക് അങ്ങനെ പരിചയമില്ലാത്തൊരു വ്യക്തിയോ ആയിട്ട്, ഇപ്പോൾ ആണോ പെണ്ണോ ഒരാളുമായിട്ട് നിങ്ങളുടെ ആണിനെയോ പെണ്ണിനെയോ പറഞ്ഞയക്കുക എന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ അവരെ നിങ്ങൾ പ്രേമിക്കാൻ വിടണം, അല്ലെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കണം. ആ വ്യക്തി എങ്ങനെയാണ്, ആണെങ്ങനെയാണ് പെണ്ണെങ്ങനെയാണ്, ഞാൻ എൻ്റെ കുട്ടീനെ കല്യാണം കഴിപ്പിക്കാൻ പോകുന്ന ആ വ്യക്തി എങ്ങനെ, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവനോ അവളോ എങ്ങനത്തെ സ്വഭാവമുള്ളവരാണ്, ഡീപ്പായിട്ട് റിസർച്ച് ചെയ്യുക. അല്ലെങ്കിൽ മക്കൾക്ക് സമയം കൊടുക്കുക, തമ്മിൽ പരിചയപ്പെട്ട് ഒരു വർഷം അവരിരുന്ന് സംസാരിച്ച് അവരെങ്ങനെയാണ് എന്താണെന്നൊക്കെ മനസ്സിലാക്കാനുള്ള സമയമൊക്കെ കൊടുക്കണം. ഇവിടെ പിന്നെ അങ്ങനെയൊന്നും ഇല്ലല്ലോ. പെട്ടെന്ന് ജാതകം നോക്കുന്നു, 18 കഴിഞ്ഞു, അയ്യോ ഒറ്റക്കുട്ടി, ശുക്രൻ, കേതു, മറ്റവൻ മറിച്ചവൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കെട്ടിച്ചു വിടും. എന്നിട്ട് ചെയ്തുകൊണ്ട് തുളയ്ക്കും. മാറേണ്ടത് പാരൻസാണ്, കുട്ടികൾ മാറേണ്ട കാര്യമൊന്നുമില്ല. പാരൻസാണ് ഇവിടെ ഏറ്റവും വലിയ വിഷയക്കാരായിട്ട് ഞാൻ എപ്പോഴും ഇങ്ങനത്തെ വിഷയങ്ങളിൽ കാണാറ്. 25 ദിവസം എന്നുള്ളതല്ല. ചേട്ടൻ നാട്ടിൽ വരുമ്പോഴൊക്കെ ഈ ചേച്ചി വരാറുണ്ട്. ഇവർ നന്നായിട്ട് സംസാരിക്കും, ഭക്ഷണം ഒരുമിച്ചാണ് കഴിക്കുന്നത്, അത് കഴിഞ്ഞിട്ട് പോവും. പക്ഷേ ആ ചേച്ചി ഇവിടെ നിന്നിട്ടൊന്നുമില്ല, ഇവിടെ നിൽക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം. ചേട്ടൻ വരുന്ന ഇപ്പം 1 ആഴ്ചത്തേക്കോ 2 ആഴ്ചത്തേക്കോ വന്നാൽ പോലും ഒരു ദിവസം പോലും കണ്ടിന്യൂസ് ആയിട്ടൊരു 24 അവർ ചേട്ടൻ്റെ കൂടെ താമസിച്ചിട്ടില്ല. എന്തായാലും അവിടെ പോവുകയും അല്ലെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോകാനും ഒക്കെ ഉള്ള ഒരു രീതിയിൽ. കാര്യം കല്യാണം കഴിഞ്ഞിട്ട് ചേട്ടൻ എപ്പോഴൊക്കെ ഫോൺ വിളിക്കുമ്പോഴും ലൗഡ് സ്പീക്കറിലാണ് ആ ഫോണിന് ഉള്ള മറുപടി ചേച്ചിയുടെ അവിടെ നിന്ന് വരുന്നത്. ചേട്ടൻ ചോദിക്കുന്ന പല കാര്യങ്ങളും അല്ലെങ്കിൽ പറയുന്ന പല കാര്യങ്ങൾക്കുമുള്ള മറുപടി പറയുന്നത് ചേച്ചിയായിരിക്കില്ല, ചേച്ചിയുടെ അമ്മയാണ്. പലപ്പോഴും നല്ല മിക്കപ്പോഴും അഭിപ്രായം പറയുകയും ചേട്ടൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം അയർലൻഡിൽ ചേച്ചിയെ കൊണ്ടുപോകാൻ
ശ്രമിച്ചപ്പോഴൊക്കെയും ആൻറ്റി ഈവൻ ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ട്, വേറൊരാളെ വേണമെങ്കിൽ കല്യാണം കഴിച്ച് വേണമെങ്കിൽ നീ കൊണ്ടുപോയിക്കോ, പക്ഷേ മോളെ ചേച്ചിയെ എന്തായാലും അങ്ങനെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളൊരു രീതിയിലൊക്കെ ഉള്ള സംസാരങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അപ്പം 2015 ഫുള്ളി പെയ്ഡ് സ്കോളർഷിപ്പിനാണ് പോയത്. അതിനുശേഷം ഇപ്പോൾ ഈ പറയുന്ന 200 പവൻ സ്വർണം കുറേ അങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ പറയുന്ന 200 പവൻ സ്വർണം അല്ലെങ്കിൽ അവരുടെ ഈ പൈസ, ആഭരണങ്ങൾ, ബാക്കി കാര്യങ്ങൾ അവരുടെ കസ്റ്റഡിയിലുണ്ടെന്നും അത് എവിടെയാണ് ഇരിക്കുന്നതെന്നുള്ള പൂർണ്ണ ഡീറ്റെയിൽസും ഇത് അവരുടെ അങ്കിളിന് കൊടുക്കണമെന്നും ഒക്കെ പറയുന്നത് ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. പക്ഷെ അതൊന്നും ആരും പുറത്ത് പറയാതെയാണ് നമ്മൾ സ്ത്രീധനത്തിന് വേണ്ടി കല്യാണം കഴിച്ചു എന്നും അല്ലെങ്കിൽ ഈ പറയുന്ന സ്വത്തുക്കളും സ്വർണവും ഒക്കെ നമ്മൾ അപഹരിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറയുന്നത്. അങ്ങനെയൊന്നുമല്ല. ചേട്ടൻ്റേതായിട്ടുള്ള എഡ്യൂക്കേഷനും ലൈഫിനും ആവശ്യമുള്ള പൈസ ചേട്ടൻ്റെ സ്കോളർഷിപ്പ് പ്രോഗ്രാമിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ടായിരുന്നു. ഈ ഒരു വിഷയം പുറത്തു വന്നപ്പോഴേ 200 പവൻ ഭയങ്കരമായിട്ട് മീഡിയ സ്ട്രെസ് ചെയ്തിരുന്നു. അപ്പോൾ ഈ വ്യക്തിയുടെ, അതായത് ഉണ്ണികൃഷ്ണൻ്റെ ബ്രദർ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ അവർ ഫിനാൻഷ്യലി സ്റ്റേബിളാണ്. പിന്നെ ഞാനും ഒന്നിങ്ങനെ അന്വേഷിച്ച സമയത്ത് ഇവർ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ആൾക്കാർ. ഇവർക്ക് അങ്ങനെ പൈസ എടുത്തിട്ട് പൈസ കൊണ്ടുണ്ടായ വിഷയങ്ങളായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നെ അവർ എഴുതി വെച്ച ലെറ്ററിനകത്ത്, അമ്മയും മകളും എഴുതി വെച്ച ലെറ്ററിനകത്തും ഇതൊന്നും ഈ ഉണ്ണികൃഷ്ണന് കൊടുക്കരുത്, അവരുടെ കൂട്ടക്കാരോ കുടുംബക്കാരോ മാമനോ മക്കൾക്കൊക്കെ കൊടുക്കണം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു 200 പവനൊക്കെ അവരുടെ കസ്റ്റഡി തന്നെയാണ്. മനസ്സിലായോ? അത് ഉണ്ണികൃഷ്ണൻ്റെ കയ്യിലല്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇത് പണം കൊണ്ടും വിഷയം കൊണ്ടും ഉണ്ടായ സീനുകളും അല്ല. ഇതൊരു തരം എന്താ പറയുക, ഇതെല്ലാം കൂടി മിക്സായിപ്പോയി ഒരു ലൈഫിനകത്ത്. ഒന്ന് ഈ പാരൻസിൻ്റെ ഒരു ടോക്സിക് പാരൻറ്റിങ് കൈൻഡ് ഓഫ് സാധനം, ഈ കുട്ടിക്കാണെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് നിലപാടുകൾ എടുക്കാൻ പറ്റാത്തൊരു പ്രശ്നം പെൺകുട്ടിക്ക്. അപ്പുറത്തെ സൈഡിൽ നിന്നാണെന്നുണ്ടെങ്കിൽ അതിലും വലിയ ആരോപണമാണ് ഇന്നലെ വന്നത്. ഈ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ വ്യക്തി ഒരു എന്താ പറയുക, ഗേ ആണ്. ആ രീതിയിലുള്ള ഒരു ലൈഫ് ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ്. പല ഗ്രേ ഗ്രൂപ്പുകളിലും സജീവമായിട്ടുള്ളൊരു വ്യക്തിയാണ്. കൂടുതൽ താല്പര്യം ആൺ സുഹൃത്തുക്കളോടാണ്. അതുകൊണ്ട് അതിൽ നിന്ന് സഫർ ചെയ്തിട്ടാണ് ഈ ഗ്രീമ ഇത്രയും ഇയാളിൽ നിന്ന് മാറിപ്പോയത്, അല്ലെങ്കിൽ ഇയാൾ ഗ്രീമയെ മാറ്റി നിർത്തിയത് എന്നുള്ളൊരു ക്ലെയിമുമായിട്ട് ഗ്രീമയുടെ ആര് വരുന്നു, വീട്ടുകാർ, റിലേറ്റീവ്സ് വരുന്നു. ഇതിനിടയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഇഷ്യൂ എന്താ വെച്ചെങ്കിൽ, ഇപ്പം ഇങ്ങനൊരു ഈ വ്യക്തി ഗേ ആണ് എന്നുള്ളൊരു ക്ലെയിം ഇവർ കൊണ്ടുവരുമ്പോൾ ചാറ്റ് ഹിസ്റ്ററി അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവരുടെ ലൈഫിൽ ഇവർ 2-3 വട്ടം കൗൺസിലിങ്ങിന് പോയിട്ടുണ്ട്. മനസ്സിലായോ? ഇവർ കൃത്യമായി കൗൺസിലിംഗ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഗ്രീമയുടെ ഒപ്പം ഗ്രീമയുടെ അമ്മയും പോയിട്ടുണ്ട്. ഉണ്ണികൃഷ്ണനും ഗ്രീമയുടെ അമ്മയും കൂടി 1-2 വട്ടം ഡോക്ടേഴ്സിനെ കണ്ട് കൗൺസിലിംഗ് എടുത്ത് ലൈഫിൽ ഇനി മുന്നോട്ട് എന്ത് പോകണമെന്ന് ചോദിക്കുമ്പോൾ ലൈഫ് മുന്നോട്ട് പോകണ്ട, നിങ്ങൾ രണ്ടുപേരും മുന്നോട്ട് പോകേണ്ട ആൾക്കാരല്ല എന്നുള്ളത് കൃത്യമായി 1-2 പ്രാവശ്യം കൗൺസിലേഴ്സ് തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ലൈഫിൽ എല്ലാം ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ട് ഇവർ. അപ്പം അങ്ങനെ ട്രൈ ഔട്ട് ചെയ്തിട്ടും 2 പേരുടെ ജീവൻ പോണ വരെ ഈ കാര്യങ്ങൾ എന്തിനു മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. പിന്നെ ഇവർ പറഞ്ഞു കേൾക്കുന്ന ഈ ഒരു മൊത്തം എൻറ്റയർ സിനാരിയോ എന്ന് എനിക്ക് മനസ്സിലാവുന്നത് ഭയങ്കര അഭിമാനത്തിൽ വിഷയമുള്ള ആൾക്കാരാണ്. മനസ്സിലായോ? ഇവരാദ്യം മുതലേ ഈ കല്യാണം വേണ്ട എന്ന് ഉണ്ണികൃഷ്ണൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ അവരുടെ ഫാമിലീൻ്റെ ഭാഗത്തുനിന്ന് പറയുമ്പോഴത്തേക്ക് ഗ്രീമയുടെ അമ്മ ഇല്ല വേണ്ട, ഇത് അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്പോൾ അവസാനിക്കും ജീവിതം, ഞാനും മകളുമാണ് അവസാനിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് അന്ന് മുതലേ വരുന്ന ആൾക്കാരാണ്. അന്ന് മുതലേ ഈ ടെൻഡൻസി കാണിച്ചു വരുന്ന ആൾക്കാരാണെന്നുള്ളത് ന്യൂസിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്, ഈ ബന്ധുക്കൾ സംസാരിക്കുന്നതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ. ഇപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ വ്യക്തി ഗേ ഗ്രൂപ്പുകളിൽ ആക്റ്റീവാണ്, ആൺ സുഹൃത്തുക്കളെയാണ് ഇഷ്ടം എന്ന് പറയുന്ന ഗ്രീമയുടെ അല്ലെങ്കിൽ സജിതയുടെ ഫാമിലി അവരോടൊരു ചോദ്യം ചോദിക്കാനുള്ളത്, 2019 24 ദിവസം മാത്രം ഒപ്പം നിന്ന് പിന്നെ അവർ വേർപിരിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഈ സജിതയോ ഗ്രീമയോ നിങ്ങളോട് ആരോടും ഈ ആൺ സുഹൃത്തുക്കളെ ഇഷ്ടപ്പെടുന്ന ഈ ഉണ്ണികൃഷ്ണൻ്റെ ലൈഫിനെ കുറിച്ച് പറഞ്ഞ് നിങ്ങൾ ആരും ഇവരെ സെപ്പറേറ്റ് ആക്കി മാറ്റി നിർത്താനോ അല്ലെങ്കിൽ അവരെ അവനിൽ നിന്ന് മാറ്റി, ഒരു 24 ദിവസത്തെ കേസല്ലേ ഉള്ളൂ, കല്യാണം കഴിഞ്ഞിട്ട് ആകെ 24 ദിവസമാണ് അവരൊപ്പം നിന്നത്. അതിൽ തന്നെ 4 ദിവസം മാത്രം അവർ മറ്റേ ഹണിമൂൺ പോയപ്പോൾ ഒപ്പം ഉണ്ടായിരുന്നത്. ബാക്കിയൊക്കെ ഈ പറഞ്ഞ പോലെ പാരൻസ് ഇൻ്റർവ്യൂ ചെയ്ത് അവരുടെ ലൈഫിൽ എപ്പോഴും അമ്മയും പെൺകുട്ടീൻ്റെ ഒപ്പം എല്ലാവരും ഉണ്ടായിരുന്നു, ഡിസിഷൻസ് മൊത്തം എടുത്തിരുന്നു. അങ്ങനെയുള്ളൊരു ലൈഫുള്ള സമയത്ത് ഈ വീട്ടുകാർക്ക് ഇവരെ മാറ്റാൻ ഇത്ര വലിയ പാടുണ്ടായിരുന്നു? അപ്പോഴും അവിടെ നിന്ന് അഭിമാനമായിരുന്നു പ്രശ്നം. കാരണം ഇവർക്ക് ഇതേപോലെ ലൈഫിൽ നിന്ന് മാറിപ്പോയാൽ അല്ലെങ്കിൽ അച്ഛനും അമ്മയും കൂടി മകൾക്ക് വേണ്ടി കണ്ടുപിടിച്ച ഒരു ജീവിതം മോശമായി പോയി എന്നുള്ളത് ബാക്കി ചുറ്റുപാടുമുള്ള കൂട്ടക്കാരും കുടുംബക്കാരും സുഹൃത്തുക്കളും അറിഞ്ഞു കഴിഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്തുമോ എന്നുള്ളൊരു ഈഗോൻ്റെ പുറത്ത് അവർ പല പ്രാവശ്യം ഇല്ല ഞങ്ങൾ ഇത് മാറുകയാണെങ്കിൽ ഞങ്ങൾ തീർന്നു കളയും എന്നുള്ളത് പറഞ്ഞു എന്നാണ് ഉണ്ണികൃഷ്ണൻ്റെ ഫാമിലി പറയുന്നത്.
ആ ആൻറ്റിയുടെ അടുത്ത് പറഞ്ഞിട്ടേ അതിനൊരു മറുപടി അല്ലെങ്കിൽ ഒരു ഡിസിഷൻ പല കാര്യങ്ങളിലും പറയാറുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഇതിന് എന്താ പറയുക, എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വേണമെന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് അതേപോലെ ഇതൊന്ന് നന്നായി കൊണ്ടുപോകാൻ വേണ്ടിയും നമ്മൾ 2 തവണ ഫാമിലി കൗൺസിലിങ്ങിന് ചേച്ചിയുടെ ഫാമിലി, ചേച്ചി, എൻ്റെ ചേട്ടൻ, അമ്മ എന്നിവർ ആക്ച്വലി പോയിട്ടുണ്ട്. PRSലും അതേപോലെ അനന്തപുരിയിലും. ആദ്യത്തെ ഏതോ ഒരു തവണ ഈ പറഞ്ഞതുപോലെ ഇവർ ഇത് ഡിവോഴ്സാണ് ചെയ്യുന്നത്, നല്ലതാണ് എന്നാണ് സൈക്കോളജിസ്റ്റ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് പിന്നെയും ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കാം, ഇതിലെന്താണ് പ്രശ്നം എന്നുള്ളത് നോക്കാമെന്ന് പറഞ്ഞ് നമ്മൾ പിന്നെയും ഒരു എഫേർട്ട് എടുത്ത് നമ്മൾ അടുത്തൊരു കൗൺസിലിംഗ് സെഷനും പോയിട്ടുണ്ട്. അവിടെയും ഈ സെയിം ഇത് തന്നെയാണ് പറഞ്ഞത്. ഈ പറഞ്ഞതുപോലെ ഇപ്പം കൗൺസിലിംഗ് പല ആവർത്തി ചെയ്ത് നോക്കി, ഇപ്പം വക്കീലിൻ്റെ അടുത്ത് പോയി ചോദിച്ചു, ഇങ്ങനെ മനസ്സിലാക്കി ഇങ്ങനെയൊക്കെയാണ് ഇതിലെ കാര്യങ്ങൾ നമ്മൾ പറയുകയും നോക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അവരോട് പറഞ്ഞിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മളുടെ സമുദായത്തിൽ നമ്മളിത് ഒരു റിട്ടൺ രീതിയിൽ തന്നെ അറിയിച്ചിട്ടുമുണ്ട്. ഇങ്ങനെ നമുക്ക് ചേട്ടൻ ഇങ്ങനെ ഒത്തുപോകാൻ പറ്റുന്നില്ല, അതിൻ്റെ റീസൺസ് എന്തുകൊണ്ടാണെന്നുള്ളതും, അതേപോലെ ഇങ്ങനെ സൂയിസൈഡ് ത്രെറ്റ്സ്, എസ്പെഷ്യലി ആൻറ്റിയും ചേച്ചിയും ഇങ്ങനെ ചെയ്യുമെന്നുള്ള ത്രെറ്റനിങ് ആണ് 2020-21 തൊട്ടേ അങ്ങനെ തന്നെയാണ് പറയുന്നത്. എപ്പോഴും നല്ല ഒരു കൺസ്ട്രക്റ്റീവ് ആർഗ്യുമെൻ്റ് എന്നുള്ളൊരു കാര്യമില്ല. ആർഗ്യുമെൻറ്റ്സോ ഡിസ്കഷനിലോ അവസാനം ഇഷ്ടമില്ലാത്തത് എന്ത് പറഞ്ഞാലും അവസാനം എത്തുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ് എപ്പോഴും എത്തിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ SNDPയിൽ ഒരു ലെറ്ററും കൊടുത്തിട്ടുണ്ട്. ഇതാണ് കാര്യം, നിങ്ങൾ ഇടപെട്ട് ഇത് വേർപിരിച്ച് തരണമെന്ന് പറഞ്ഞ് തന്നെ ഒരു ലെറ്റർ നമ്മൾ SNDPയിൽ കൊടുത്തിട്ടുണ്ടല്ലോ. പല പ്രാവശ്യങ്ങളിലായിട്ട് 2019 ശേഷം കൗൺസിലിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്ത് ഇവർ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറയുമ്പോഴും ഇല്ല, അത് മുന്നോട്ട് പോകേണ്ട രീതി അങ്ങനെയല്ല എന്നുള്ളത് ഒരു അഡമൻ സ്റ്റാൻഡ് ഇവർ പിടിച്ചു എന്നുള്ളതാണ് ഇന്ന് മനസ്സിലാക്കുന്നത്. പിന്നെ ഇപ്പോൾ വന്നിരുന്നത് ഇയാളുടെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു ഗേ ആംഗിൾ ഉണ്ട് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വീഡിയോ ഞാൻ കണ്ടു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഇയാളിൽ നിന്ന് മാറിപ്പോകാൻ പറ്റില്ലേ? ഒരു ജസ്റ്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ ബാക്കി കൂട്ടക്കാരുടെയോ കുടുംബക്കാരുടെയോ മുന്നിൽ തക്കതായ റീസൺ പറഞ്ഞ് മാറാൻ പറ്റുന്ന ഒരു റീസണും കൂടി ആയിരുന്നില്ല അത്. അന്ന് എന്തുകൊണ്ട് ഈ കൗൺസിലിങ്ങിനൊക്കെ പോയ സമയത്ത് ഇനിയിപ്പോൾ അവിടെ പറഞ്ഞോ ഇല്ലതിനെ കുറിച്ച് നമുക്ക് ഉറപ്പില്ല, എന്താണെങ്കിലും ആ ലെറ്ററിനകത്തെങ്കിലും ഇവർ എഴുതി വെക്കില്ലേ? എല്ലാം അവസാനിച്ചു പോകുന്ന ലെറ്ററിനകത്ത് എന്തുകൊണ്ട്, എന്ത് കാരണം കൊണ്ട്, അല്ല മരണ വീട്ടിൽ നിന്ന് അപമാനിച്ചു അല്ലെങ്കിൽ ഇവളെ മാറ്റി നിർത്തുന്നു എന്നുള്ള കാരണമാണോ അവർ എഴുതി വെക്കുക? അവർ ഇത് എഴുതി വെക്കൂല്ലോ, ഈ വ്യക്തി ഇങ്ങനെയാണ്, ഈ വ്യക്തിക്ക് എൻ്റെ മകളിൽ താല്പര്യമില്ല, ആൺ സുഹൃത്തുക്കളിലാണ് താല്പര്യം, ആ അമ്മയാണ് ആ ലെറ്റർ എഴുതിയത്, അങ്ങനെ എഴുതി വെക്കുമായിരുന്നല്ലോ. അത് എഴുതി വെച്ചിട്ടില്ല. ഇനി ഈ ആംഗിൾ എന്താണെന്നുള്ളത് പോലീസുകാരൊന്നും കൃത്യമായി അന്വേഷിക്കണം. അതിശയോക്തിയൊന്ന് തോന്നുമെങ്കിലും ഗ്രീമയുടെ ബന്ധുക്കൾ ഉണ്ണികൃഷ്ണന് നേരെ ഉയർത്തുന്ന ആരോപണങ്ങൾ ഗുരുതരമാണ്. എൻ്റെ പല സുഹൃത്തുക്കളിൽ നിന്നും അറിഞ്ഞത് ഈ ഉണ്ണികൃഷ്ണൻ ഒരു ആൺ സൗഹൃദങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഉണ്ണികൃഷ്ണൻ നിരന്തരമായി ഇങ്ങനെയുള്ള സൈറ്റുകളിൽ കയറി മണിക്കൂറുകളോളം ചിലവഴിക്കുന്നതും ഈ വ്യക്തികളുമായിട്ട് ബന്ധപ്പെടുന്നതുമായിട്ടും ഉള്ളത് ഉണ്ണികൃഷ്ണൻ്റെ സൈറ്റിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ ഗ്രീമ മരിക്കുന്നതിന് 2 ദിവസം മുമ്പ് വരെ, മരിക്കുന്നതിൻ്റെ തലേന്ന് വരെ ഉണ്ണികൃഷ്ണൻ ഈ സൈറ്റിൽ മണിക്കൂറോളം ചിലവഴിച്ചതിൻ്റെ രേഖകളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ എല്ലാവരും വേണമെങ്കിൽ ആരുടെ മുമ്പ് വേണമെങ്കിലും ഞാൻ കാണിക്കാൻ തയ്യാറുമാണ്. PhD നേട്ടത്തിന് പരീക്ഷയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായി കുടുംബാംഗങ്ങളുമായി സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് വിശ്വസിപ്പിച്ച് ബോധപൂർവം അകലം പാലിച്ചു. ഈ സമയം പലയിടങ്ങളിലേക്കും സുഹൃത്തുക്കളെ തേടി സഞ്ചരിച്ചു. അയാൾ PhD പൂർത്തിയാക്കാൻ റാങ്ക് ഹോൾഡർ, IIT റാങ്ക് ഹോൾഡർ എന്നൊക്കെയാണ് ഇവിടെ നമ്മൾ അറിഞ്ഞത്. പക്ഷേ പുള്ളിക്ക് എന്തോ ഒരു അവകാശതാബോധം, ഈ കല്യാണം കഴിഞ്ഞതോടുകൂടി പുള്ളിക്ക് ഒരു അവകാശതാബോധം ഉണ്ട്. അതിനുശേഷം വീട്ടുകാരുടെ പറച്ചിലിൽ നിന്നും ഈ ഗ്രീമയുടെ ഐശ്വര്യക്കുറവാണ് ഇവൻ്റെ പഠനം മോശമാകാൻ കാരണം. ഈ ഗ്രീമ വന്നതിന് ശേഷമാണ് അങ്ങനെ നിരന്തരം കുറ്റപ്പെടുത്തലുകൾ മാത്രമായിട്ട് ഒതുങ്ങി. ഇവൻ ഈ ആൺ സൗഹൃദങ്ങളിലോട്ട് പോകുന്തോറും അതിനൊരു റീസണായിക്കൊണ്ട് ഏതെങ്കിലും ചെറിയ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് ഇവളിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള ശ്രമമാണ് നടത്തിയിരുന്നത്. മകളോട് അമ്മയ്ക്കുള്ള സ്വാഭാവിക വാത്സല്യമാണ് സജിത ഗ്രീമയോട് പ്രകടിപ്പിച്ചിരുന്നത്. ഏതൊരമ്മയ്ക്കും ഒരു മകളുടെ അടുത്ത് ഉള്ള ഒരു സ്നേഹം എന്നും എല്ലാ അമ്മമാർക്കും കാണുമല്ലോ. ഇപ്പോൾ പുള്ളിയുടെ അമ്മയ്ക്ക്, ഉണ്ണിയുടെ അമ്മയ്ക്കും ഉണ്ണിയെടുത്തൊരു സ്നേഹം കാണും. അത് കണക്ക് ഗ്രീമയുടെ അമ്മയ്ക്കും ഗ്രീമയെടുത്തൊരു സ്നേഹം കാണും. അച്ഛനും കാണും, സഹോദരങ്ങൾക്കും കാണും. ഭർത്താവിനൊപ്പം വിദേശത്ത് കഴിയാൻ ആഗ്രഹിച്ചിരുന്ന ഗ്രീമ വിവാഹ നിശ്ചയത്തിന് പിന്നാലെ പാസ്പോർട്ട് എടുത്ത് തയ്യാറായിരുന്നു. ഈ ഉണ്ണി അവളെ അയർലൻഡിൽ കൊണ്ടുപോകാൻ സമ്മതമായിരുന്നു. അമ്മ വിട്ടില്ലെന്നാണ് പറയുന്നത്. നിശ്ചയം കഴിഞ്ഞ ഉടൻ തന്നെ അവൾ ഈ ഒരു പാസ്പോർട്ട് നമ്മളെ കയ്യിലുണ്ട്. നിശ്ചയം കഴിഞ്ഞ് 19/5/2019 പാസ്പോർട്ട് എടുത്ത് പോകാൻ വേണ്ടി കാത്തിരുന്ന ഒരു കുട്ടിയാണത്. ആ കുട്ടിയാണ് അവർ പറയുന്നത് അമ്മ വിട്ടില്ല, പോയില്ല,
ഒരു പ്രായപൂർത്തിയായ ഒരു കുട്ടിയാണ്, കല്യാണം കഴിച്ച കുട്ടി. അമ്മ വിട്ടില്ല പോയില്ല എന്ന് പറയണത് ഇത് സ്കൂളിലെ കഥകളൊന്നും അല്ലല്ലേ. വിവാഹം കഴിഞ്ഞ് വിദേശത്തേക്ക് മടങ്ങിയ ഉണ്ണികൃഷ്ണൻ പലതവണ നാട്ടിലെത്തിയെങ്കിലും ഗ്രീമയെ കാണാതെ ബോധപൂർവം മടങ്ങി. ഒരു ഫോൺ സന്ദേശത്തിലൂടെ പോലും സുഖവിവരം ആരാഞ്ഞിരുന്നില്ല. കേട്ടല്ലോ, അയാളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ അയാൾ ഫോളോ ചെയ്ത ലൈക്ക് ചെയ്ത ഗ്രൂപ്പുകളൊക്കെ എടുത്ത് വെച്ചിട്ടാണ് തോന്നുന്നു ഇവർ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഉണ്ണികൃഷ്ണൻ്റെ ഫോണോ അല്ലെങ്കിൽ ഇവർ ഹാക്ക് ചെയ്ത ഉണ്ണികൃഷ്ണൻ്റെ ഫോണോ ചാറ്റ് ഹിസ്റ്ററി ഒക്കെ ഐ ഡോണ്ട് തിങ്ക് സോ. 24 ദിവസം മാത്രമേ ഗ്രീമയുടെ ഒപ്പം നിന്നിട്ടുള്ളൂ. അപ്പോൾ ഗ്രീമയുടെ അടുത്തുള്ള സമയത്ത് ഇയാൾ അന്ന് ആക്സസ് ചെയ്ത വല്ല ലാപ്ടോപ്പിൻ്റെ ഹിസ്റ്ററി വരെ എടുക്കാൻ പറ്റുമോ? ചാൻസ് ഇല്ല. ഫേസ്ബുക്കിനകത്തുനിന്ന് ഇയാളുടെ പ്രൊഫൈലിനകത്ത്, ഫേസ്ബുക്കിൽ അങ്ങനെയാണല്ലോ, ചില ഗ്രൂപ്പുകളും സാധനങ്ങളൊക്കെ നമ്മൾ ലിസ്റ്റ് ചെയ്യുമ്പോഴോ നമ്മൾ ലൈക്ക് ചെയ്യുമ്പോഴോ സാധനങ്ങൾ പബ്ലിക്കായിട്ട് വെക്കാൻ പറ്റുന്ന സാധനങ്ങളുണ്ട്. അങ്ങനെ പബ്ലിക്കാക്കി വെച്ചതാണോ ഇതെന്ന് അറിയാൻ പാടില്ല. വാട്ട് എവർ ഇറ്റ് ഈസ്, ഇത് പ്രേമിച്ച് കെട്ടിയതൊന്നും അല്ലല്ലോ. ഈ കൂട്ടക്കാരും കുടുംബക്കാരും അടക്കമുള്ളവർ, സമുദായക്കാരെല്ലാവരും കൂടി കൂട്ടിക്കണിച്ചുണ്ടാക്കിയ ഒരു കല്യാണമല്ലേ. ആ സമയത്ത് നിങ്ങൾ അന്വേഷിച്ചില്ലേ? ഇപ്പം മരിച്ചു കഴിഞ്ഞപ്പോഴാണോ നിങ്ങൾ അന്വേഷിച്ചേ? 2 വട്ടം കൗൺസിലിങ്ങിന് പോയി അവിടുന്ന് ഇവർ രണ്ടുപേരും ഒത്തുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ സമയത്ത് ഈ കൂട്ടക്കാരും കുടുംബക്കാരും ഇതൊന്നും അന്വേഷിച്ചില്ലേ? ഇതാണ് ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷം പിന്നെ അങ്ങോട്ട് വരും കൂട്ടക്കാരായിട്ടും കുടുംബക്കാരായിട്ടും. ഇതാണെങ്കിലും കൊള്ളാം. ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ഫാക്ടേഴ്സ് ഇതിനകത്ത് വന്നൊരു ന്യൂസാണ് ഈ പെർട്ടിക്കുലർ വിഷയം, ഗ്രീമയുടെ വിഷയം, ഉണ്ണികൃഷ്ണൻ്റെ വിഷയം. പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു ജീവിതമാണ് നിങ്ങൾ താല്പര്യപ്പെടുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് അത് അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ വിട്. അവരെന്തെങ്കിലും പ്രശ്നം പറ്റുമ്പോൾ അത് നല്ല ബുദ്ധിപൂർവ്വമായിട്ട് നിങ്ങളും കൂടി ചിന്തിച്ച് അതിലൊരു തീരുമാനം എടുക്കാൻ കുട്ടികളെ ഹെൽപ്പ് ചെയ്യുക. അല്ലാതെ പൊട്ടബുദ്ധിക്ക് ഇതേപോലെ ഒറ്റയടിക്ക് എല്ലാം തീർത്ത് കളയാന്ന് പറഞ്ഞ് നിൽക്കുന്നതല്ല. മഞ്ജു വാര്യരുടെ വാക്കുകൾ അവിടെയാണ് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് നിങ്ങൾ എടുക്കേണ്ടത്. വിവാഹം എന്ന് പറയുന്ന ഒന്നിൻ്റെ ഒരു അവസാനമല്ല. ലൈഫിൽ അങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്ന സിറ്റുവേഷൻ ഇപ്പോഴത്തെ നമ്മളെ കണ്ടീഷനിൽ ഭയങ്കര ഹാർഡാണ്. നമുക്ക് അങ്ങനെ ഒരു ഡിസിഷനിലേക്ക് പോകുന്നവർ അവർ ഓപ്ഷൻസ് തപ്പാത്തത് കൊണ്ടുള്ളൊരു വിഷയമായിട്ട് എനിക്ക് തോന്നാറുള്ളൂ. കാരണം എപ്പോഴും നമ്മുടെ ചുറ്റിലും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ആളുകളുണ്ട്, സജ്ജീകരണങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് കണ്ണോടിച്ച് നോക്കുക. നമുക്ക് ഹെൽപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് ഹെൽപ്പ് കിട്ടാൻ എന്തെങ്കിലും വഴികളുണ്ടോ നോക്കുക. ഇത് അത്യാവശ്യം ഫിനാൻഷ്യലി സ്റ്റേബിളായ, വേറെ പ്രശ്നങ്ങളില്ലാതെ, ഹെൽത്ത് വൈസ് വേറെ വിഷയങ്ങളില്ലാതെ, അങ്ങനെയൊന്നും ഇല്ലാതെ ചില സമയത്ത് തോന്നുന്ന എന്താ പറയുക ഒറ്റപ്പെടലോ അല്ലെങ്കിൽ ഹോപ്പില്ലായ്മയോ ഒക്കെയാണ് ഇങ്ങനത്തെ ഡിസിഷൻസ് പലരെ കൊണ്ട് പിടിപ്പിക്കുന്നത്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഞാൻ പറഞ്ഞല്ലോ, കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തരം എന്താണ്, കെട്ടിടുന്ന പോലെ തന്നെയുള്ളൊരു കെട്ടാണ്. കെട്ട് മുറുക്കാനും പറ്റും, കെട്ട് ലൂസാക്കാനും പറ്റും, കെട്ട് വലിച്ച് പൊട്ടിച്ച് കളയാനും പറ്റും, അല്ലെങ്കിൽ കെട്ട് അവിടെ കിടന്നോട്ടെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കാനും നമുക്ക് പറ്റും. മനസ്സിലായല്ലോ? വിവാഹം എന്ന് പറയുന്നത് ഒന്നിൻ്റെ ഒരു എൻഡ് അല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അത് സൊസൈറ്റിയിലുള്ളൊരു ഐറ്റം, അതതിൻ്റെ പാട്ടിന് ചെയ്യണവർ ചെയ്യുക. അപ്പോൾ ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട്, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ജീവിക്കുന്നുണ്ട്, സ്നേഹൻ്റെ ഇഷ്ടത്തിന് ജീവിക്കുന്നു, ഞങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ പോകും, ഒരു ഫ്ലോയിൽ പോകും ആ സാധനം. അതിനെക്കുറിച്ച് കൂടുതൽ ബോധറാവാതെ നമ്മൾ ബോധറാവാൻ പാടില്ല എന്നുള്ളതാണ് ഫസ്റ്റ്. കല്യാണം കഴിച്ചവർ അത് ബോധറാവാൻ പാടില്ല. മനസ്സിലായോ? പിന്നെ ബാക്കിയുള്ളവർ നമ്മളെക്കുറിച്ച് ബോധറാവുണ്ടോ എന്നുള്ളതും നമ്മൾ നോക്കാൻ പാടില്ല. ഓടാവില്ലേ എന്ന് പറയുന്നത്. അത് സ്വന്തം ഫാമിലിയിൽ അച്ഛനും അമ്മയാണെന്നുണ്ടെങ്കിൽ പോയി പണി നോക്കാൻ പറയണം. നമ്മളെ ഇഷ്ടമാണ്. നമ്മൾ ഫാമിലി ആയി കഴിഞ്ഞാൽ നമ്മളെ ഫാമിലിയാണ്. പിന്നെ ഞാനാണ് അച്ഛൻ, എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളാണ് അമ്മ. മനസ്സിലായോ? അങ്ങനെ ചിന്തിച്ച് മാത്രം മുന്നോട്ട് പോകാൻ നോക്കുക. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അല്ലാതെ ഇങ്ങനത്തെ മണ്ടൻ തീരുമാനങ്ങളൊന്നും എടുത്ത് ഒന്നും ചെയ്യാതിരിക്കുക.